ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസാണ്. ഫ്രീ ഇലക്ട്രോൺ ഫെർമി ഗ്യാസുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൻസി ഓഫ് എ സ്റ്റേറ്റ് ഓഫ് എനർജി. അത് എ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് 0.05 ഇലക്ട്രോൺ വോൾട്ട് അബവ് ദ ഫെർമി എനർജി. രണ്ടാമത്തേത് 0.05 ഇലക്ട്രോൺ വോൾട്ട് ബിലോ ദ ഫെർമി എനർജി. ആൻഡ് തേർഡ് വൺ ഈക്വൽ ടു ദ ഫെർമി എനർജി അറ്റ് 300 കെൽവിൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടെത്താനുള്ളത് പ്രോബബിലിറ്റിയാണ്. നമുക്ക് തന്നിട്ടുള്ളത് 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. പ്രോബബിലിറ്റി പി ഓഫ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഫെർമി എനർജിയാണ്. ഇപ്പോൾ ഫെർമി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. എക്സ്പൊണൻഷ്യൽ ഓഫ് ഇ മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ഇൻറ്റു ടി പ്ലസ് 1. ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി മെഷർമെൻറ്റ്സ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് 0.05 ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഇതിലേക്ക് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് നമുക്കറിയാം എത്രയാണ്, 1.38 × 10⁻23 ജൂൾ പെർ കെൽവിൻ എന്നതാണ് നമ്മുടെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ കേസ് 0.05 ഇലക്ട്രോൺ വോൾട്ട് എബവ് ദ ഫെർമി എനർജി, അതായത് തന്നിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫെർമി എനർജിനേക്കാളും 0.05, അതായത് ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് എനർജി, നമുക്ക് കണ്ടെത്താനുള്ള എനർജിയാണ്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള എനർജിയാണ്. ഫെർമി എനർജിനേക്കാളും 0.05 എബവ് ആണ്. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.05 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് ഇ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ എക്സ്പൊണൻഷ്യൽ ഓഫ് 0.05 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന് നമുക്ക് എന്തൊക്കെ മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 1.6 × 10⁻−19 ഡിവൈഡഡ് ബൈ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് എത്രയാണ്? 1.38 × 10⁻−23 × 300 പ്ലസ് 1 എന്ന് കിട്ടി. ഇത് നമ്മൾ പ്രോബ്ലം ഈ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.1265 എന്നതായിരിക്കും. 0.1265 എന്നതാണ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കുക, ബി പാർട്ട്. ബി പാർട്ട് തന്നിട്ടുള്ള എനർജി ബിലോ ദ ഫെർമി എനർജിയാണ്. ബിലോ ദ ഫെർമി എനർജി. ഓക്കെ, അപ്പോൾ ബിലോ ദ ഫെർമി എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഇ മൈനസ് ഇ എഫ് എന്നുള്ളത് എന്തായിരിക്കും? -0.05 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് ഇ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ്പൊണൻഷ്യൽ ഓഫ് -0.05 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന് നമുക്ക് എന്തൊക്കെ മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. 1.6 × 10⁻−19 ഡിവൈഡഡ് ബൈ 1.38 × 10⁻−23 × 300 പ്ലസ് 1 എന്ന് കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.8735 ആയിട്ട് നമുക്ക് കിട്ടും. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇ മൈനസ് ഇ എഫ് ഈക്വൽ ആണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ എനർജിയിലുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ e⁻0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 എന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മൂന്നിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് 0.05 ഇലക്ട്രോൺ വോൾട്ട് എബവ് ദ ഫെർമി എനർജി, 0.05 ബിലോ ദ ഫെർമി എനർജി, ഈക്വൽ ടു ദ ഫെർമി എനർജി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ജനറലായിട്ടുള്ള ഇക്വേഷൻ എഴുതാം, എന്നിട്ട് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം. Silver is a monovalent metal
വിത്ത് ഡെൻസിറ്റി 10.5 ഇൻറ്റു 10⁻³ kg/m³. ഇപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് റോ ഈക്വൽ ടു 10.5 ഇൻറ്റു 10⁻³ kg/m³ തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയും തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.61 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട് 107.87. നമ്മളോട് ഫെർമി എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫെർമി ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഫെർമി വെലോസിറ്റി, റേഡിയസ് ഓഫ് ഫെർമി സർഫസ്, മീൻ ഫ്രീ പാത്ത് ഓഫ് ഇലക്ട്രോൺ 295 കെൽവിൻ. നമുക്ക് ഫെർമി എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. ഇപ്പോൾ ഫെർമി എനർജി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഒന്നാമതിൻ്റെ ആൻസർ എന്നുള്ളത് EF is equal to h² divided by 2m 3π² n all raised to 2/3 എന്നതാണ് ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ n/v എന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല, എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് റെസിസ്റ്റിവിറ്റിയും മാസും തന്നിട്ടുണ്ട്. അപ്പോൾ n is equal to എന്താണ് റിസൾട്ട്? n0 ഇൻറ്റു റെസിസ്റ്റിവിറ്റി ഡിവൈഡഡ് ബൈ m. ദാറ്റ് ഈസ് ഈക്വൽ ടു n0 എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10⁻26 ഇൻറ്റു റെസിസ്റ്റിവിറ്റി എത്രയാണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10.5 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ മാസ് 107.87. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഏകദേശം നമുക്ക് 5.86 ഇൻറ്റു 10⁻28 ആറ്റംസ് പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. പെർ മീറ്റർ ക്യൂബ്, കാരണം നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുള്ളത് പെർ മീറ്ററിലാണ് ഡെൻസിറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.0544 ഇൻറ്റു 10⁻⁻34 എന്നായിരിക്കും വരിക. എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ h ഡിവൈഡ് ബൈ 2π അതിൻ്റെ വാല്യൂ ആണ്. അതിൻ്റെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ചെയ്തു, ഡിവൈഡ് ബൈ 2 ഇൻറ്റു m. ഈ m എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ സിൽവറിൻ്റെ മാസും, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസമാണ്. ഇപ്പോൾ 9.11 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു 3 ഇൻറ്റു π² ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5.86 ഇൻറ്റു 10⁻28. ഓക്കെ, ഇത്രയും കിട്ടി. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 എനർജി കിട്ടും ഇൻ ജൂൾ. ഇപ്പോൾ ജൂളിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 1.6 ഇൻറ്റു 10⁻⁻19 കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 5.51 ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും നമുക്ക് കിട്ടുക ഫെർമി എനർജി. ഓക്കെ, ഫെർമി എനർജി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കിട്ടാൻ കാരണം നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ജൂളിലായിരിക്കും കിട്ടുക. രണ്ടാമത്തേത് എന്താണ്? ഫെർമി ടെമ്പറേച്ചർ. ഫെർമി ടെമ്പറേച്ചർ എങ്ങനെ കാണാം? EF is equal to KB ഇൻറ്റു TF. ഈ റിലേഷൻ വെച്ച് നമുക്ക് TF is equal to എങ്ങനെ എഴുതാം? EF ഡിവൈഡഡ് ബൈ KB എന്ന് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6.39. ഓക്കെ, അതായത് 6.39 ഇൻറ്റു 10⁻⁴ കെൽവിൻ. ഇതായിരിക്കും നമുക്ക് കിട്ടുക ടെമ്പറേച്ചർ. ഇനി ഫെർമി വെലോസിറ്റി കാണാൻ വേണ്ടി EF is equal to എന്താണ്? ½ ഇൻറ്റു m ഇൻറ്റു VF². ഫ്രം ദിസ് VF is equal to √2EF ഡിവൈഡഡ് ബൈ m. ഫെർമി എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. m എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1.39 ഇൻറ്റു 10⁻⁶ വെലോസിറ്റിയാണ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും.
അടുത്ത റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി എഫ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഇൻറ്റു കെ. കെ സ്പേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പിയറിനെ. അതിൻ്റെ റേഡിയസ് നമ്മൾ കെ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എം വി എഫ് ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. അപ്പോൾ എം നമുക്കറിയാം, ഇലക്ട്രോണിൻ്റെ മാസ്, വെലോസിറ്റി നമുക്കറിയാം, കണ്ടുപിടിച്ചിട്ടുണ്ട്. എച്ച് കട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.0544 ഇൻറ്റു 10⁻⁻34. ഇത്രയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം എന്നത് 1.2 ഇൻറ്റു 10⁻10 റേഡിയസ് ആണ്, മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അടുത്ത നമുക്ക് മീൻ ഫ്രീ പാത്ത് കാണണം. മീൻ ഫ്രീ പാത്ത് കാണാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് സീക്വൽ ടു, എങ്ങനെയാണ് റിസൾട്ട്, മീൻ ഫ്രീ പാത്ത് ലാംഡ സീക്വൽ ടു, എങ്ങനെ നമുക്ക് വാല്യൂ കാണാം, വി എഫ് ഇൻറ്റു ടോ. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് പറഞ്ഞാൽ കൊളീഷൻ്റെ നടക്കുന്നതിന് മുമ്പുള്ള ടൈം പാത്ത്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടൈമാണ് റിലാക്സേഷൻ ടൈം, കൊളീഷൻ ടൈം. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി എഫ് നമുക്കറിയാം, ടോ നമുക്കറിയില്ല. പക്ഷെ ടോ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് എന്തുണ്ട്, റെസിസ്റ്റിവിറ്റി നമുക്കറിയാം. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ഇ സ്ക്വയർ ഇൻറ്റു ടോ. ഫ്രം ദിസ് ടോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ഇ സ്ക്വയർ ടോ. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ടോ കിട്ടും ഏകദേശം 3.77 ഇൻറ്റു 10⁻⁻14 സെക്കൻഡ്. 14, ഓക്കെ, 3.77 ഇൻറ്റു 10⁻⁻14 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ മീൻ ഫ്രീ പാത്ത് എന്നത് ലാംഡ സീക്വൽ ടു വി എഫ് നമുക്ക് ഉണ്ട്, ടോയ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5.24 ഇൻറ്റു 10⁻⁻8 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. മെറ്റാലിക് സോഡിയം ക്രിസ്റ്റലൈസ് ഇൻ ബോഡി സെൻറ്റഡ് ക്യൂബിക് ഫോം. The length of the cube being 4.25 into 10⁻⁻10 meter. Find the concentration of conduction electron and Fermi energy at 0 Kelvin. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ബോഡി സെൻറ്റഡ് ക്യൂബിക് ക്രിസ്റ്റലാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു BCC എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എത്ര ആറ്റംസാണ് ഉൾക്കൊള്ളുക? 2 ഡിവൈഡ് ബൈ A ക്യൂബ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, എ ക്യൂബ് നമുക്കറിയണം, ലെങ്ത് ഓഫ് ദ ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4.25 ഇൻറ്റു 10⁻⁻10. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം എന്നുള്ളത് 2 ഡിവൈഡ് ബൈ എ ക്യൂബ്, ദാറ്റ് ഈസ് 4.25 ഇൻറ്റു 10⁻⁻10 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.61 ഇൻറ്റു 10⁻28 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു കേസിൽ പെർ മീറ്റർ ക്യൂബ് കേട്ടോ. ഒരു മീറ്റർ ക്യൂബിൽ ഇത്രയും കണ്ടക്ഷൻ ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷനായി. ഇനി രണ്ടാമത്തെ സെക്ഷൻ ഫെർമി എനർജി കണ്ടുപിടിക്കാം. ഫെർമി എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് h സ്ക്വയർ ഡിവൈഡ് ബൈ 2m 3π² n ഹോൾ റൈസ് ടു 2/3 h സ്ക്വയർ, ദാറ്റ് ഈസ് 1.054 into 10⁻⁻34 whole square divided by 2 into 9.1 into 10⁻⁻31 into 3 into π² into n 2.61 into 10⁻28 whole raised to 2/3 divided by 1.6 into 10⁻⁻90. എന്തിനാ വെച്ചാൽ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.21 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫെർമി എനർജി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് the collision time tau for an electron in copper
The resistivity of copper metal is 1.7 into 10 power of minus 6 ohm centimeter, and the atomic density of copper is 8.5 into 10 power of 22 atom per centimeter cube. അപ്പോൾ ഇവിടെ രണ്ടും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് കൺവേർഷൻ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ഈ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം ഒന്ന് സെൻറ്റിമീറ്ററിലും ഒന്ന് മീറ്ററിലാണെങ്കിൽ വി ഷുഡ് കൺവേർട്ട് ടു ഇൻ SI യൂണിറ്റ്. നമുക്കിവിടെ കൊളീഷൻ ടൈമാണ് കാണാനുള്ളത്. സോ അത് സെക്കൻഡിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ മെറ്റൽ, റെസിസ്റ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.7 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 6 ഓം സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനെ മാറ്റണം. അപ്പോൾ ദാറ്റ് റോസ് ഈക്വൽ ടു റോ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. റോസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ N E സ്ക്വയർ ടോ. ഫ്രം ദിസ് ടോസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ N E സ്ക്വയർ റോ. M എന്ന് പറഞ്ഞാൽ മാസ്, ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. N എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആറ്റോമിക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, കോപ്പർ മെറ്റലും തന്നിട്ടുണ്ട്. സോ N is equal to 8.5. എത്ര ആറ്റമാണുള്ളത്, ആറ്റോമിക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. E സ്ക്വയർ നമുക്കറിയാം, റോ നമുക്കിവിടെ തന്നിട്ടുണ്ട് 1.6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9.1 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 31 ഡിവൈഡഡ് ബൈ N 8.5 ഇൻറ്റു 10 പവർ ഓഫ് 22. Okay, then electron 1.6 into 10 power of minus 90 into 1.7 into 10 power of minus 6. ഓക്കെ, നമുക്ക് മാസം ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -28 വരും. ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 28 വന്നു. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ 10⁻⁸. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2.46 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 14 സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. 2.46 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 14 സെക്കൻഡ്. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. Find the drift velocity of electron subject to an electric field തന്നിട്ടുണ്ട്, that is 20 volt per meter, and the intercollision time toss equal to 10 power of minus 14 second. ഓക്കെ, നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് കാണാനുള്ളത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, -E ഡിവൈഡ് ബൈ M E ഇൻറ്റു ടോ. എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഓംസ് ലോ പറഞ്ഞ സമയത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രിമെൻറ്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു E തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട്, മാസ് നമുക്കറിയാം, E നമുക്കറിയാം. അപ്പോൾ 1.6 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 19 ഇൻറ്റു 20 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 14 ഡിവൈഡ് ബൈ 9.1 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 31. ഏകദേശം എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.51 ഇൻറ്റു 10 പവർ ഓഫ് 2 വെലോസിറ്റിയാണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണുള്ളത്. ദെൻ അടുത്ത പ്രോബ്ലം. The density of copper is 8.94 into gram per centimeter cube. ഇപ്പോൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്, അതിനെന്തിലേക്ക് മാറ്റണം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. ആൻഡ് its atomic weight 63.5 per mole. The effective mass of electron being 1.01. Calculate the Fermi energy in copper assuming that each atom give 1 electron. ഓക്കെ, അപ്പോൾ ഫെർമി എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് EF is equal to h² divided by 2m 3 pi square n all raised to 2/3.
നമുക്ക് ആദ്യം n കാണണം. n കാണാനുള്ള ഇക്വേഷനാണ് n0 ഇൻറ്റു റോ ഡിവൈഡ് ബൈ ആറ്റോമിക് വെയ്റ്റ് എന്തിൻ്റെ കോപ്പറിൻ്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും 6.023 ഇൻറ്റു 10⁻23 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 8.94 എടുക്കാം ഡിവൈഡഡ് ബൈ മാസ് പെർ മോളാണ്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് എടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 63.5. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വരുന്നത് 8.475 ഇൻറ്റു 10⁻22 ആറ്റം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. അതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുകയാണെങ്കിൽ 8.475 ഇൻറ്റു 10⁻28 ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫെർമി എനർജി കണ്ടുപിടിക്കാം. ഇവിടെ ഇലക്ട്രോണിൻ്റെ എഫക്റ്റീവ് മാസ്സാണ് തന്നിട്ടുള്ളത്. സോ ഫെർമി എനർജി കണ്ടെത്തുമ്പോൾ റിലേഷനിൽ h² എന്നതിന് പകരം 1.0544 ഇൻറ്റു 10⁻⁻34 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കണം എഫക്റ്റീവ് മാസ് കൊടുക്കണം 1.01 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻⁻31 എന്ന് കൊടുക്കാൻ മറക്കരുത്. എഫക്റ്റീവ് മാസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇൻറ്റു 3π² 8.475 ഇൻറ്റു 10⁻28 all raised to 2/3 divided by 1.6 ഇൻറ്റു 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 6.97 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദിസ് ഇസ് എ ഫെർമി എനർജി. ഓക്കെ, ദെൻ രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അടുത്ത പ്രോബ്ലം ഓൾ കോഎഫിഷ്യൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇൻ എ ഓൾ എഫക്റ്റ് എക്സ്പെരിമെൻറ്റ് ഓഫ് സിങ്ക് എ പൊട്ടൻഷ്യൽ ഓഫ് 4.5 പൊട്ടൻഷ്യൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു 4.5 വോൾട്ട് is developed across the foil of thickness 0.02 mm. When current is of 1.5 ampere is passed in a direction perpendicular to the magnetic field of 2 Tesla. The magnetic field എന്ന് പറയുന്നത് 2 Tesla. Calculate the all coefficient. All coefficient കാണാനുള്ള ഇക്വേഷൻ ആണ്. That is all coefficient RH is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ജെ കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുകിൽ 1/NE എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്വാണ്ടിറ്റി നമുക്കറിയില്ല. നമുക്ക് ഇലക്ട്രിക് ഫീൽഡും കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇക്വേഷൻ ഒരു പൊട്ടൻഷ്യൽ ഇൻറ്റു തിക്നെസ് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ വോൾട്ട് ഡിവൈഡ് ബൈ തിക്നെസ്. അതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി ഡിവൈഡ് ബൈ എം അല്ലെങ്കിൽ ലെങ്ത്ത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. വോൾട്ട് ഡിവൈഡ് ബൈ ലെങ്ത്ത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു തിക്നെസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വി ഡിവൈഡ് ബൈ എൽ ഇൻറ്റു I ഡിവൈഡ് ബൈ എൽ ഇൻറ്റു ടി ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ടി ഡിവൈഡ് ബൈ I ഇൻറ്റു ബി. എല്ലും ക്യാൻസൽ ചെയ്തു. ടി എന്ന് മുകളിലേക്ക് വന്നു. വോൾട്ട് എത്രയാണ് 4.5 ഇൻറ്റു 0.02 അതായത് 2 ഇൻറ്റു 10⁻⁻5 ഡിവൈഡ് ബൈ കറണ്ട് 1.5 ഇൻറ്റു magnetic field 2. That is equal to 3 into 10⁻⁻5 meter cube divided by coulomb. ഇതായിരിക്കും നമ്മൾ എന്ത് ഓൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് n is equal to ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n is equal to
1 divided by RH into E. From this equation, RH is equal to 1 divided by NE, and N is equal to 1 divided by RH into E. That is equal to RH നമുക്ക് കിട്ടിയിട്ടുണ്ട്, എനർജി നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.08 ഇൻറ്റു 10⁻23 per meter cube എന്ന് കിട്ടും. This is the electron density. Okay. Then last problem. Calculate the thermal conductivity of copper with the intercollision time. Intercollision time എന്ന് പറഞ്ഞാൽ tau is equal to 2.3 into 10⁻⁻14 second. Temperature is equal to 300 Kelvin. N is equal to 8.45 into 10⁻28 per meter cube. ലോറൻസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് K divided by sigma is equal to L into T എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ K is equal to sigma L into T എന്ന് എഴുതി. സിഗ്മ കാണാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അപ്പോൾ സിഗ്മ is equal to N E square tau divided by M എന്നുള്ള ഇക്വേഷൻ ചൂസ് ചെയ്ത് നമുക്ക് സിഗ്മ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇ അറിയാം, ടോ നമുക്കറിയാം, എം 9.1 ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ നമുക്ക് 5.46 ഇൻറ്റു 10⁻7 ഓം മീറ്റർ ഡിവൈഡ് ബൈ ഓം മീറ്റർ. അപ്പോൾ ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ is equal to സിഗ്മ 5.46 ഇൻറ്റു 10⁻7 ഇൻറ്റു ലോറൻസ് നമ്പർ 2.3 ഇൻറ്റു 10⁻⁻8 into temperature 300 Kelvin, that is equal to എത്ര വരും? 378.38 watt meter per Kelvin എന്ന് വരും. ദിസ് ഈസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി 378.38. ഇത്രയാണ് ഫെർമി എനർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക്, അതായത് ഫ്രീ ഇലക്ട്രോൺ ഫെർമി ഗ്യാസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കുറച്ച് പ്രോബ്ലംസ്. ഇനി നമുക്ക് ബാൻഡ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.